ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപ കണ്ടെടുത്തത് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ ചുമതലകൾ പിൻവലിക്കുകയും ചെയ്തു. ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്വത്തെ ചോദ്യം ചെയ്യുകയാണിപ്പോൾ എല്ലാവരും. ജനാധിപത്യത്തിന്റെ 4 തൂണുകളിലൊന്നായ ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്തിയ ആദ്യത്തെ ആളാരാണെന്ന് അറിയാമോ? ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നടപടികൾ ആദ്യമായി നേരിട്ട ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ പണം ദുർവിനിയോഗം ചെയ്തെന്ന ആരോപണത്തിന്മേലാണ് 1993 ഇംപീച്ച്മെന്റ് നടപടികൾ അദ്ദേഹം നേരിട്ടത്. ലോക്സഭാ സ്പീക്കർ നിയോഗിച്ച സമിതി രാമസ്വാമി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ കള്ളന് കഞ്ഞിവെക്കുക എന്ന കോൺഗ്രസിന്റെ പതിവ് രീതി കാരണം ലോക്സഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സായില്ല. കോൺഗ്രസും സഖ്യകക്ഷികളും ഇംപീച്ച്മെന്റ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഹൈക്കോടതി ചേംബറിലേക്ക് ജഡ്ജിമാരെ ഇരുമ്പുദണ്ഡുമായി ജീവനക്കാർ ആനയിക്കണമെന്ന വിവാദ ഉത്തരവിട്ടതും ഇതേ ജസ്റ്റിസ് രാമസ്വാമി ആയിരുന്നു. ഇപ്പോൾ യശ്വന്ത് വർമ്മയുടെ കേസിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ഡൽഹി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായും എടുത്ത നിലപാട് ശുഭസൂചകമാണ്. വർമ്മയെ എല്ലാ ജുഡീഷ്യൽ ജോലികളിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. വിവരം അറിഞ്ഞ ഉടൻ അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനും തയ്യാറായത് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടായിരിക്കണം. ജനാധിപത്യത്തിന്റെ നെടും തൂണാണ് നീതിന്യായ വ്യവസ്ഥ. അതിനുണ്ടാകുന്ന അപജയം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കും.